സത്യം പറഞ്ഞ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോകാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അതായിപ്പോയി. വീട്ടിലെ അമ്മാവിന്റെ മോളും ഭർത്താവും വിരുന്നിന് വന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ വീട്ടിൽ കയറിയിട്ട് പോകാന്ന് ഞാൻ പറഞ്ഞത്. അതൊന്നും സാരില്ല ജയന്തി ചേച്ചി. ജയന്തി ചേച്ചിയുടെ സമയം മെനക്കെടുത്തിയത് ഞാനല്ലേ. ജയന്തി ചേച്ചിയോട് സംസാരിക്കുമ്പോ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂടെ വരാൻ പറഞ്ഞത്. സാരില്ല, ഇനി ഞാൻ പൊയ്ക്കോളാം. ജയന്തി ചേച്ചി പൊയ്ക്കോ. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് പാറു. പറ്റിപ്പോയ തെറ്റിനൊക്കെയുള്ള പ്രായശ്ചിത്തം നീ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും നിനക്ക് മനസ്സമാധാനം കിട്ടാത്തത് നീ വെറും പാവമായതുകൊണ്ടാ. നിനക്ക് ചട്ടമ്പി പാറൂന്ന് ആരാ പേരിട്ടത്? നിനക്ക് പറ്റിയ പേര് പൂച്ചക്കുട്ടി പാറൂന്ന. ഇടയ്ക്കിന്റെ വീട്ടിലൊന്ന് കയറി, അതാ വൈകിയേ. ഇനിയിപ്പോ നീ വന്നല്ലോ, എനിക്ക് പോവാലോ. ഞാൻ ഇപ്പൊ എത്തുമേ, ഒരു 10 മിനിറ്റ്. പലഹാരങ്ങൾ ബാലേട്ടന്റെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചോണ്ടുവരാം. എന്നാ ഞാൻ പോട്ടെ. അവരെന്നെ അവിടെ വെയിറ്റ് ചെയ്യാ. പ്രിയ, പാറുവിനൊരു ഓട്ടോ വിളിച്ചു കൊടുക്കണേ. പാറു, നാളെ കാണാം. പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല, ആൺകുട്ടികളുടെ കാര്യം ഞാൻ പറയാം. കുട്ടിക്കാലത്ത് തല്ലുകൂടി കുറച്ച് സമയത്തേക്ക് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും പതിയെ അടുത്തുകൂടും. അവര് പരസ്പരം ഷെയ്ക്കാൻഡ് നൽകിക്കഴിഞ്ഞാൽ പിണക്കം മാറിയെന്ന അർത്ഥം. എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. നിന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. ജയന്തിയും സൗസവും ഒക്കെ എന്നോട് കൂട്ടുകൂടുന്നത് പോലെ നിനക്കും എന്നോട് കൂട്ടുകൂടണമെന്നുണ്ടെങ്കിൽ മതി. മൊഴിച്ചെപ്പിൻ തളിർമോഹം വരം കേട്ടേ നിൻ മിഴിക്കുമ്പിൾ കുളിർനാളം തലോടുന്ന ഇങ്ങനെ വിളിക്കാൻ എന്റെ കൈ ഒളുക്കും. ഓ സോറി. ഷെയ്ക്കാൻഡ് നൽകി പിണക്കം മാറ്റി കഴിഞ്ഞാൽ കൂട്ടുകാരനെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയി കപ്പലണ്ടി മിഠായിയോ കടല മിഠായിയോ വാങ്ങിക്കൊടുക്കും. ഇവിടെ കപ്പലണ്ടിയോ കടല മിഠായിയോ ഒന്നും കിട്ടില്ല. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, നല്ല മസാല ദോശ കിട്ടും. വാങ്ങിത്തരണമെന്നല്ല ഞാൻ പറയുന്നത്, കാശ് ഞാൻ കൊടുത്തോളാം. കഴിച്ചാലോ? അയ്യോ, ഇന്ന് വേണ്ട, ഇപ്പൊ തന്നെ കൊറേ വൈകി. പാറുവിനൊരു ചേച്ചിയുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? അല്ല, ഇതൊക്കെ ആരാ പറഞ്ഞേ? ജയന്തിയോടും സൗസവിനോടും ഒക്കെ പാറു പറയുന്നത് ഞാൻ കേട്ടതാ. പാറു ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ചേച്ചിയുടെ കല്യാണം നടത്തണമെന്നാ പാറുവിന്റെ ആഗ്രഹം അല്ലേ? അതെന്റെ ആഗ്രഹം മാത്രല്ല, എന്റെ കടമയാ. ചേച്ചിയുടെ കല്യാണം നടത്തിയിട്ട് വേണം പാറുവിന്റെ കല്യാണം നടത്താൻ അല്ലേ? അതിനെ കുറിച്ചൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എങ്ങനെയുള്ള ആളാ പാറുവിന്റെ മനസ്സില്? പലിശ ചോദിച്ച കടക്കാര് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നതിന് മുൻപ് അച്ഛന് പൈസ അയച്ചു കൊടുക്കണം. അതാ എന്റെ മനസ്സില്. മറ്റുള്ളവരുടെ വീട്ടില് എത്ര കാലം ഇങ്ങനെ കഴിയുന്നോർത്ത് സങ്കടപ്പെടുന്ന അമ്മയെ ആശ്വസിപ്പിക്കണം. അതാ ഇപ്പൊ എന്റെ മനസ്സില്. കൂട്ടുകാരികളൊക്കെ കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്ന കണ്ട് സങ്കടപ്പെടുന്ന ചേച്ചിയോട് വൈകാതെ ചേച്ചിക്കും അതുപോലൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ എങ്ങനെയാ വാക്ക് നൽകുക? അതാ ഇപ്പൊ എന്റെ മനസ്സില്. ഞാനൊരു കാര്യം പറഞ്ഞ പാറു തെറ്റിദ്ധരിക്കോ? അപ്പുറത്തെ ജംഗ്ഷനിൽ പോയ ഓട്ടോ കിട്ടും, പക്ഷേ ചില ഓട്ടോക്കാരെ വിശ്വസിക്കാനും പറ്റില്ല. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഓട്ടോയിൽ കയറിയ അവരുടെ സ്വഭാവം മാറും. ഞാൻ എന്റെ ബൈക്ക് കൊണ്ടുവിടട്ടെ? ദുരുദ്ദേശത്തോടെ പലതവണ താൻ ബ്രേക്ക് പിടിച്ച് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ തന്റെ മനസ്സിൽ വെച്ചാ മതി. അയ്യോ, എന്റെ കൂടെ വരാൻ ധൈര്യമില്ലെങ്കിൽ വേണ്ട. വേണ്ട, ഞാനൊരു ഓട്ടോയിൽ തന്നെ കയറ്റിവിടാം. ഓട്ടോയുടെ പിന്നാലെ ഞാൻ ബൈക്കിൽ വന്നാൽ മതിയല്ലോ. വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ബൈക്കിൽ വരാം. എന്നാ വാ, കേറ്. മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ, മഴക്കാലം കടൽ കാറ്റും സ്വരം തന്ന ഇതളാക മാറിവിൽ
ചില വിരുന്നുകാർ വീട്ടിലേക്ക് വരുമ്പോ നമുക്കൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇടയ്ക്കൊക്കെ വരണമെന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്യും. അല്ല, നമ്മളത് ആഗ്രഹിക്കുകയും ചെയ്യും. എന്റെ കാര്യത്തില് പാറും അതുപോലൊരു വിരുന്നുകാരിയാ. ഇടയ്ക്കൊക്കെ വരണം. ഇനി ഞാൻ വരില്ല. പ്രിയൻചേട്ടന്റെ അമ്മയെ കണ്ട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു. പൂർണ്ണ മനസ്സോടെ അല്ല അമ്മ ക്ഷമിച്ചെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഇനി അവിടെ വന്നാ അത് അമ്മയ്ക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഇനി ഞാൻ വരില്ല. എന്റെ അമ്മയെ നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊരു രീതിയിൽ പെരുമാറാൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ മനസ്സ് ശുദ്ധമാ, അതുകൊണ്ടാ. നീ പറഞ്ഞത് സത്യം തന്നെയാ. അമ്മയ്ക്കിപ്പോഴും നിന്നോട് ദേഷ്യം തന്നെയാ. പതുക്കെ പതുക്കെ മാറും. എന്നാ ഞാൻ പോയിക്കോട്ടെ. പാറു, ടൗണിൽ ആദ്യമായിട്ട് ബസ് ഇറങ്ങിയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാറുവിന്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ആ ടൗണിലെ ആൾക്കാരൊക്കെ ചതിയന്മാരാണെന്നാ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ലെന്ന് മനസ്സിൽ തീരുമാനം എടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറിയത്. ബസ് ഇറങ്ങിയപ്പോ ആദ്യം പരിചയപ്പെട്ടത് ഈ തെമ്മാടിയെയും അല്ലേ? കേട്ട കഥകളൊക്കെ സത്യമായിരുന്നു എന്ന് പാറുവിന് മനസ്സിലാവുകയും ചെയ്തു അല്ലേ? എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അപ്പോഴും പാറുവിനോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ദേഷ്യമില്ല. കാരണം കുറ്റം പാറുവിന്റെ അല്ലല്ലോ. ടൗണിലെ ആൾക്കാരെ കുറിച്ച് തെറ്റായ ധാരണകൾ പറഞ്ഞു പഠിപ്പിച്ചവരാ കുറ്റക്കാര്. ടൗണിൽ ജീവിക്കുന്നവരുടെ മനസ്സിലും സ്നേഹമുണ്ട് പാറു. ദയയും സഹാനുഭൂതിയും എല്ലാം ഉണ്ട്. ചതിയന്മാരില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ എല്ലാരും ചതിയന്മാരല്ല, തെമ്മാടികളുമല്ല. തെമ്മാടി എന്ന വാക്ക് ഇനി ഉപയോഗിക്കരുത്. അത് കേൾക്കുമ്പോ എനിക്ക് വിഷമാവും. പ്രിയൻചേട്ടനെ ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അമ്മമാരെ കൊച്ചുകുട്ടികളെ കള്ളാന്ന് വിളിക്കാറില്ലേ? അതിന്റെ അർത്ഥം ആ കുട്ടി കള്ളനാണെന്നാണോ? അല്ലല്ലോ. അതൊക്കെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന. നീ എന്നെ തെമ്മാടിന്ന് വിളിച്ചതും സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ വിശ്വസിച്ചാ മതി. അപ്പൊ നിനക്കെന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്ഷിപ്പാ. പാറു പൊയ്ക്കോളൂ. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? കരിനാഗം എന്നെ ശിക്ഷിക്കാൻ നോക്കിയപ്പോഴെല്ലാം പ്രിയൻചേട്ടൻ എന്നെ രക്ഷിച്ചില്ലേ? അയാള് എന്റെ 2 ചെവിയിലും ക്ലിപ്പിട്ടപ്പോ കൈലാഷ് സാറിനത് കാണിച്ചു കൊടുത്തത് പ്രിയൻചേട്ടനല്ലേ? ജയന്തി ചേച്ചിയും സൗന്ദര്യമൊക്കെ പറഞ്ഞപ്പോഴാ അതൊക്കെ ഞാൻ അറിയുന്നത്. നീ എന്നോടൊരു ശത്രുവിനോട് എന്ന പോലെ പെരുമാറുമ്പോഴും എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം ഇപ്പൊ മാറി. നിനക്കെന്നെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ വെറും പൊട്ടിപ്പെണ്ണ, അതുകൊണ്ട് പറ്റിപ്പോയതാ. സാരമില്ല പാറു. പാറു പൊയ്ക്കോളൂ.